നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വനിതാ ജീവനക്കാർക്ക് ജാമ്യമില്ല. 3 ജീവനക്കാരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതി തള്ളി. സാമ്പത്തിക ക്രമക്കേടിന് തെളിവുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകി. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, ജാമ്യമില്ല, സാമ്പത്തിക ക്രമക്കേടിൽ തട്ടിപ്പിൽ ഈ 3 ജീവനക്കാർക്കും പങ്കുണ്ട്. പ്രശാന്ത് പറയൂ. കൃഷ്ണരാജ്, 3 ജീവനക്കാരുടെയും മുൻകൂർ ജാമ്യാപേക്ഷയുമായി ജാമ്യം നൽകരുതെന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഈ യുവതികൾക്കെതിരെ തെളിവുകൾ ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് മുൻകൂർ ജാമ്യം നൽകരുതെന്നൊരു ആവശ്യം കോടതിക്ക് മുൻപാകെ വെച്ചത്. എന്തായാലും അതിന് ആനുപാതികമായിട്ട് തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം നടൻ, അതോടൊപ്പം തന്നെ BJP നേതാവുമായ G. കൃഷ്ണകുമാർ കൂടി ചേരുന്നുണ്ട്. കോടതിയുടെ ഭാഗത്ത് നിന്ന് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വിധി വന്നിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് വന്നത്. വലിയ സങ്കീർണമായൊരു കേസായിരുന്നു. തുടർന്ന് മ്യൂസിയം പോലീസ് അന്വേഷിക്കുന്നു, പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. ദിവസങ്ങൾ ഇത്രയും പിന്നിടുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും അങ്ങനെ ഒരു ആശ്വാസകരമായൊരു വിധിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നുള്ളൊരാശ്വാസം. അതിനുപരി ഇത് കേരളത്തിൽ കുറേയധികം ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതിനകത്ത് 2 കാര്യങ്ങളാണ്, കള്ളവും സത്യവും. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കള്ളത്തനത്തിൻ്റെ സംഭവങ്ങൾ കൂടി വരുന്നു. പല നീതി ലഭിക്കാൻ വേണ്ടി പല കുടുംബങ്ങൾ പലയിടത്തുമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ആശ്വാസം കൊടുക്കുന്നത് നീതി തേടി നിൽക്കുന്ന സത്യസന്ധരായ ഒരു വലിയ വിഭാഗം ജനമുണ്ട്. അവർക്ക് ഇത് ആശ്വാസം കൊടുക്കും. ഇതൊരു തുടക്കം മാത്രമാണ്, ചെറിയൊരു വിധിയാണ്. പക്ഷേ ഈ സമർത്ഥരായ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ കൃത്യമായ ഇതിൻ്റെ തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ കൊടുത്തപ്പോൾ അവർക്ക് വേറെ ഒരു വഴിയുമില്ല. കാരണം വെച്ചാൽ ഞാൻ തുടക്കം തൊട്ടേ പറയുകയാണ്, ഞങ്ങളുടെ ഭാഗത്ത് 100% ശരിയുണ്ട്. എല്ലാത്തിൻ്റെയും തെളിവുകളുണ്ട്, രേഖകളുണ്ട്. ഈ കുട്ടികൾ 3 പേരും കടുത്ത ഗുരുതരമായ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതല്ല. പിന്നെ ഞങ്ങൾക്ക് തെളിവില്ലാത്തതുകൊണ്ട് പലതും പറഞ്ഞില്ല. കാരണം ക്യാഷായിട്ടും അവിടുന്ന് സ്റ്റോക്കായിട്ടും അടിച്ചോട്ട് പോയിട്ടുണ്ട്. ഇതെല്ലാം പുറത്തു കൊണ്ടുവരും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ സംവിധാനത്തിൽ നല്ല ഉദ്യോഗസ്ഥരുണ്ട്. അവർക്ക് സ്വതന്ത്രമായി വർക്ക് ചെയ്യാനുള്ള അവസരം വന്നാൽ ഏത് കേസും തെളിയിക്കും. ഇതിപ്പോൾ നോക്കൂ, ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ, ഒരാഴ്ച പോലും ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഈ കേസ് കംപ്ലീറ്റ് അവർ പറഞ്ഞ കള്ളത്തരം മുഴുവൻ പൊളിച്ചടുക്കി സത്യത്തെ വെളിക്കൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം പകരുന്ന കാര്യം വെച്ചാൽ ജനങ്ങൾ പലപ്പോഴും കുറച്ച് നാളായിട്ട് പല കേസുകളും കേട്ടിട്ട് നിരാശരായിരുന്നു. അവരുടെ നിരാശയ്ക്ക് ഒരു അറുതി വരുത്തി കുറച്ച് ആശ്വാസം വരുത്തുന്ന വിധിയാണ്. ഒപ്പം ഇത് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ആശ്വാസം കിട്ടുന്ന വിധിയാണ്. മുൻകൂർ ജാമ്യം തള്ളിയതോടുകൂടി ഇനി എന്തായാലും അറസ്റ്റ് നടപടിയിലേക്ക് കടക്കും എന്ന് തന്നെ വിശ്വസിക്കാമല്ലേ? സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് നടക്കേണ്ടത്. പക്ഷേ നമ്മുടെ ഇവിടെ മേൽക്കോടതികളുണ്ട്, അവർക്ക് അതിനുള്ള അവസരമുണ്ട്. ഇപ്പോൾ മറ്റന്നാളോ ഇവർ ചിലപ്പോൾ കൊച്ചി എറണാകുളത്ത് ഹൈക്കോടതിയിൽ പോകും. പക്ഷേ ന്യായമായിട്ട് ഇന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് പല സ്ഥലങ്ങളിലും കൊണ്ടുവന്ന് അവരെ തെളിവെടുത്താൽ പെട്ടെന്ന് കാര്യങ്ങൾ തീരും. പക്ഷേ ഉദ്യോഗസ്ഥർക്ക് അത് കൃത്യ അളവിന് ചെയ്യാൻ അറിയാമല്ലോ. നമ്മൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ കൃത്യമായ അളവിൽ കാര്യങ്ങൾ നടത്തും. ഈ ഡിജിറ്റൽ തെളിവുകളധികം ശേഖരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ബാങ്ക് ഡീറ്റെയിൽസുകളധികം ശേഖരിച്ചുകൊണ്ടാണ് ഈ തെളിവുകൾ കൃത്യമായിട്ടുണ്ട് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ തെളിവുകളുള്ള സ്ഥിതിക്ക് അറസ്റ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുവാനോ യാതൊരുവിധ നിയമ തടസ്സങ്ങളും ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തുണ്ടാകില്ല. എങ്കിൽ പോലും ഇത്രയും ഒരു ഡിലേ വരുന്നുണ്ട്. ഈ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ പോലും കേസ് അന്വേഷണത്തിന് വലിയ താമസമാണ്. കാരണം ചെറിയൊരു സാമ്പത്തിക കുറ്റമോ ക്രമക്കേടോ അല്ല കാണിച്ചിരിക്കുന്നത്. നമ്മളെപ്പോഴും സ്ഥിരം പറയുന്നൊരു വാക്കാണെങ്കിൽ അതിനകത്ത് ഒരു കാര്യമുണ്ട്, നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് ചില സമയവും നമ്മുടെ നാട് ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ എല്ലാ വശങ്ങളും നോക്കാതെ ഒരു തീരുമാനത്തിലൂടെ അവർക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റേതായ ഒരു പേസുണ്ട് ഓഫീസേഴ്സ് അന്വേഷിക്കുന്നത്. കൃത്യമായ രീതിയിൽ വരും, കൃത്യമായ സമയത്ത് തന്നെ ഇതിൻ്റെ എല്ലാ നടപടികളും നടക്കുന്നതാണ് എൻ്റെ വിശ്വാസം. എന്നാലും ആദ്യം ഇതിനൊരു കൗണ്ടർ പെറ്റീഷൻ അവർ കൊടുത്തത് വലിയ രീതിയിൽ മറ്റു മാധ്യമങ്ങൾ അതിൽ അങ്ങേ കുടുംബത്തേക്ക് വിമർശിക്കുന്ന നിലയിലേക്ക് ചെന്നിരുന്നെങ്കിൽ പോലും പിന്നീട് അവരും സത്യം തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോഴും. നമ്മുടെ സമയം ചിലപ്പോൾ നല്ലതാവുമ്പോൾ തുടക്കത്തിൽ നമ്മളൊന്ന് വീണിട്ട് എണീക്കാൻ പറ്റൂ. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ വീണ്ടും എല്ലാ ചാനലും അത് ആവർത്തിക്കും. സത്യം നമ്മളൊരു ശീലമാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും സത്യമാണെങ്കിൽ നമുക്കത് ശീലമാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. സ്വാഭാവികം 2-3 ദിവസം വളരെ വലിയ ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ് കടന്നുപോയത്. പക്ഷേ ഈ പറഞ്ഞതെല്ലാം തരണം ചെയ്തു. കാർമേഘം മാറി, നല്ല ബ്രൈറ്റ് സൺ വന്നിരിക്കുന്നു. ഇതൊരു നല്ല തുടക്കമാണ്. കേരളത്തിലെ തന്നെ
സത്യത്തിൽ വിശ്വസിക്കുന്നവർ, സംവിധാനങ്ങളിൽ വിശ്വസിക്കുന്നവർ, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, അവർക്കെല്ലാവർക്കും വളരെ വലിയ ആശ്വാസം കൊടുക്കുന്ന ഒരു ചെറിയ വിധിയാണ്. പക്ഷേ ഇതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. കൃഷ്ണരാജ് വലിയ ആത്മവിശ്വാസത്തിലാണ് ജി കൃഷ്ണകുമാറും. എന്തായാലും ക്രൈംബ്രാഞ്ചും തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് വേണം നമുക്ക് അനുമാനിക്കേണ്ടത്. അത് സ്വാഭാവികമായിട്ടും ഈ മുൻകൂർ ജാമ്യം റദ്ദാക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കണം, പിന്നീട് ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ആ നടപടിക്രമങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എന്തായാലും അതിലേക്ക് കടക്കുകയും ചെയ്യും. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തെളിവുകൾ ശേഖരിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് അറിയണമെങ്കിൽ ഈ 3 പേരെയും, ഈ ജീവനക്കാരായ 3 പേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. നേരത്തെ ഇവർ ഒളിവിൽ പോയി എന്നടക്കമുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ക്രൈംബ്രാഞ്ച് ആയിക്കോട്ടെ, ആദ്യം അന്വേഷിച്ച മ്യൂസിയം പോലീസ് ആയിക്കോട്ടെ, അവരുടെ പിന്നീട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാതിരുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും തുടർ നടപടികൾ എന്ന നിലയിൽ ഇനിയിപ്പോൾ കോടതിയുടെ ഭാഗത്ത് മുൻകൂർ ജാമ്യാപേക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുകയും ചെയ്യും. എന്തായാലും അല്പസമയത്തിനുള്ളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നമുക്കുണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് ഈ കേസുമായി സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വനിതാ ജീവനക്കാർക്ക് ജാമ്യമില്ല. ആശ്വാസകരമായ വാർത്തയെന്ന് നടനും BJP നേതാവുമായ കൃഷ്ണകുമാർ പ്രതികരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.